ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ എനിക്കിന്ന് തോന്നി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നിട്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതാണ് എനിക്കിഷ്ടം. ഇവിടെയുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ ഞാൻ മസാല തേച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ഓരോന്നായിട്ട് ഇടുകയാണ് കേട്ടോ. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ്റെ മസാല ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നാരങ്ങാനീരും ഉപ്പും മാത്രമായിട്ടുള്ളത്. അത് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനൊരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാട്ടോ പൊരിക്കാൻ വെച്ചത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ നമ്മളുടെ ബിരിയാണിയുടെ മേലെ ഇടൂലേ ദമ്മിട്ടതിന് ശേഷം ഉള്ളി, ആ ഉള്ളി ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പാനിൽ വെച്ചതാണ്. അപ്പോൾ അതൊന്നും അപ്പുറത്ത് കിടന്ന് ഫ്രൈ ആയിക്കോളും. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കനെ ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ സൈഡും ചിക്കനെ വേവിക്കണം കേട്ടോ. എന്നാലാണ് ആ ചിക്കന് ഫ്രൈഡ് ഒരു ടേസ്റ്റ് ബിരിയാണിക്ക് വരുള്ളൂ. അതുകൊണ്ടാട്ടോ അങ്ങനെ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ പിന്നെ അതേ പാനിൽ തന്നെ ആ സെയിം വെളിച്ചെണ്ണയിൽ നമുക്ക് നമ്മളുടെ മസാലക്കുള്ള ഉള്ളി ചേർക്കാം. അപ്പോൾ മസാലക്ക് ഞാൻ 3 ഉള്ളിയാട്ടോ ഇവിടെ ചേർക്കുന്നത്. ഞാൻ 1 ഗ്ലാസ് അരിക്കാണ് ഇവിടെ മസാല തയ്യാറാക്കുന്നത്. കാരണം ഞങ്ങൾ 2 ആൾക്കാരുള്ളൂ. അപ്പോൾ അതിന് അനുസരിച്ചിട്ടാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഉള്ളിയുടെ എണ്ണവും മറ്റേ അരിയുടെ എണ്ണവും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അതും നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചമുളകും കൂടി പേസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല, കാരണം നമുക്ക് ഇവിടെ എരിവ് കുറവേ പാടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ പച്ചമുളകും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതും ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ തക്കാളി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് മസാലപ്പൊടികൾ ചേർക്കുകയാണ്. 1 ടീസ്പൂണ് മുളകും പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഗരം മസാലയും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കാം കേട്ടോ. അപ്പോൾ തൈര് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളുടെ പൊരിച്ച ചിക്കനില്ലേ, അത് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പൊരിച്ച ചിക്കനും അതുപോലെ കുറച്ച് ചപ്പ് പുതിനയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഈ മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്താലാണ് നമ്മളെ മസാല സെറ്റായി തന്നെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരി എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. അപ്പോൾ കൈമ റൈസ് എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി അരി സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ അരിക്ക് ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മളുടെ സാധാരണ പോലെ തന്നെ ഏലക്കായ, പട്ട, പൂവ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഉള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റുക. വല്ലാതെ നമ്മളുടെ ഉള്ളി അങ്ങനെ വഴണ്ട് പോകുമൊന്നും വേണ്ട കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യുക. ഞാനിവിടെ ഊറ്റിയിട്ടാട്ടോ റൈസ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാകുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുഞ്ഞാപ്പൂവിനെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചു, അവന് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു, സെറ്റാക്കിട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ സെറ്റാക്കി. പിന്നെ അങ്ങനെ ഇരിക്കെ അവൻ്റെ കളികളും ഒക്കെ തുടങ്ങി. അപ്പോൾ അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ പിന്നെയും ബിരിയാണിയുടെ അടുത്ത് പോയി നമ്മളെ റൈസെല്ലാം ഊറ്റി സെറ്റാക്കി. ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ. ദമ്മിടാൻ പിന്നെ ഒരു എല്ലാവർക്കും അറിയുന്നല്ലേ, ആദ്യം നമ്മൾ കുറച്ച് റൈസ് എടുത്തിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മളുടെ മസാല എല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ റൈസ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ചപ്പ് പുതിന ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ദമ്മ് റെഡി. ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ്
അപ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണ്. ഷെഫ് പിള്ള സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവർ ഷെഫ് പിള്ള സാറിനോട് ചോദിക്കുകയാണ്, ഈ കൈപ്പുണ്യം പറഞ്ഞാൽ അത് എങ്ങനെയാണ് വരുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സാറ് പറയുന്നൊരു നല്ലൊരു ഉത്തരമുണ്ട്. ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞത് അത് ജന്മനാ കിട്ടുന്നതല്ല. അതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അത് നമ്മളതങ്ങനെ ഉണ്ടാക്കി ഒരു നാൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമ്മളുടെ ഉണ്ടാക്കി വരുമ്പോൾ ടേസ്റ്റ് അങ്ങ് വരുന്നതാണ്. അതാണ് കൈപ്പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആരും അതായിട്ടല്ല വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഓർമ്മ വന്നതാട്ടോ. അപ്പോഴാണ് ഇത് കണ്ട. എൻ്റെ കിച്ചണൊക്കെ ആകെ കുളമായിട്ടുണ്ട്. ഞാൻ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചാണ്. പാത്രം കഴുകാൻ അങ്ങനെ ഇല്ല കേട്ടോ. പക്ഷേ കിച്ചണൊക്കെ ആകെ കുളമായത് ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്നാൽ പിന്നെ ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചു. ഫുഡ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇക്കാനോട് തന്നെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് വിളമ്പാൻ പറഞ്ഞു. എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടോ. എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞാലാണ് എപ്പോഴും ഒരു സമാധാനം കിട്ടുള്ളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പോൾ ആളെന്താ പറയുന്നത് നമുക്ക് നോക്കാം. പപ്പടം ചോദിച്ചത് കേട്ടോ. ആ പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അവന് വല്ലപ്പോഴും ഇതുപോലെ കൊടുക്കും. അപ്പോൾ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് നോക്കാം. നല്ല മണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആൾക്കിഷ്ടമായി. അൽഹംദുലില്ലാ, സന്തോഷമായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി കുഴിച്ചിടാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയതിന് ശേഷം ഇവിടെ ചെടികളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ കുറേ ചെടിച്ചട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് 2 ചെടികൾ വാങ്ങിപ്പിച്ചു. ഒന്ന് പറഞ്ഞാൽ റോസ് ചെടിയും പിന്നെ ഒന്ന് തെച്ചിപ്പൂവാട്ടോ. അപ്പോൾ റോസ് ചെടി ഇത് രണ്ടും കിട്ടിയിട്ട് 2 ദിവസമായിക്കണ്. അപ്പോൾ ഇത് ഞാൻ വെക്കാനൊരു നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അതിനുള്ള ടൈം കിട്ടി. അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടിയിൽ നിന്ന് ആദ്യം കുറച്ച് മണ്ണൊക്കെ മാറ്റി കവറിൽ നിന്ന് എടുത്തിട്ട് ചട്ടി വെച്ച് അതിന് ശേഷം കുറച്ചും കൂടെ മണ്ണ് അതിൻ്റെ മേലെ ഇട്ടെടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ അതിനൊന്ന് സെറ്റാക്കിയിട്ടോ. അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വരുന്ന ബ്ലോഗുകളിൽ കാണാം ആൾ ഉഷാറായി നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ തെച്ചിച്ചെടീനെയും ഇതുപോലെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പോട്ടൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പോട്ടെടുത്ത് സെറ്റാക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഇത് കണ്ടോ, ഞാനിത് കട്ട് ചെയ്തിട്ട് ചട്ടിയിൽ വെക്കാൻ പോട്ടോ. ഞാൻ മണ്ണൊക്കെ ആദ്യം അതിൽ മാറ്റിയിട്ട് ഞാൻ കവർ പൊളിച്ചിട്ട് അതിൽ വെക്കാൻ പോട്ടോ. കവർ പൊളിച്ച് വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെയൊക്കെ അത് നനച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മണ്ണ് നല്ല നനഞ്ഞിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ ആ ചെടീനെ എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് മണ്ണ് ഉടഞ്ഞു കേട്ടോ. എന്നാലും എൻ്റെ ചെടിക്കൊന്നും കാര്യമായിട്ട് പറ്റിയിട്ടില്ല. എന്നാലും ഒരു കുഞ്ഞു വിഷമമുണ്ട് അതിൻ്റെ ആ മണ്ണൊന്ന് ഇളകിയ കാരണം. എന്നിട്ടും നല്ല അടിപൊളിയായിട്ട് മണ്ണൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം ചെടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ നല്ല മണ്ണൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എൻ്റെ റോസ് ചെടിയുടെ തൊട്ടടുത്തായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. 2 ചെടീനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്ന വ്ളോഗുകളിൽ കാണാം കേട്ടോ. എൻ്റെ മോന് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനങ്ങനെ ഞാൻ ഉറക്കിയിട്ടോ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ.